കഥയിലെ നായകൻ ടോണി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരാളാണ്. നായകൻ്റെ അച്ഛൻ പണ്ട് മെക്സിക്കോയിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻ്റ് ആയിരുന്നു. ഇൻ്റർനാഷണൽ ഡോണായ സാംബയുടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ദൗത്യത്തിൽ സാംബ നായകൻ്റെ അച്ഛനെ കാണുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ രക്ഷപ്പെട്ട നായകൻ്റെ അച്ഛൻ നാട്ടിൽ വന്ന് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നു. ഒരു ദിവസം സിനിമയിലെ നായിക കൈകയുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ പോകുന്ന വഴി നായകൻ്റെ കാർ കേടാകുന്നു. കുട്ടികളുമായി സ്കൂളിൽ പോകുന്ന ഒരു ഓട്ടോയിൽ ലിഫ്റ്റ് അടിക്കുന്നു. ആ ഓട്ടോയിൽ ഒരു ചെറിയ പെൺകുട്ടിയുടെ കയ്യിൽ പ്രത്യേകതരം ഒരു മീനിനെ അവൻ കാണുന്നു. അത് ആ ഓട്ടോ ഡ്രൈവർ കുട്ടിക്ക് കൊടുത്തത് ആണെന്ന് ആ ഓട്ടോ ഡ്രൈവർ പറയുന്നു. അടുത്ത ദിവസമാണ് നായകൻ അറിയുന്നത് ആ കുട്ടിയെ കാണാനില്ല എന്നും നായകനെയാണ് അവർക്ക് സംശയമെന്നും. അതോടെ ആ കുട്ടിയെ കണ്ടെത്താൻ നായകൻ തീരുമാനിക്കുന്നു. അവൻ അന്വേഷിച്ചെത്തിയത് ആ കുട്ടിയുടെ കയ്യിലുള്ള മീനിലായിരുന്നു. അത് ഒരു പ്രത്യേകതരം മീനാണെന്നും 5 കോടി രൂപ വിലമതിക്കുന്നതാണെന്നും മനസ്സിലാക്കുന്നു. ഇതിനു പിന്നിൽ തമിഴ്നാട്ടിലെ ഒരു ഗുണ്ടയും മകരാപുരത്തു നിന്നും ഒരു ഗുണ്ടയും മെക്സിക്കോയിലെ ആ പഴയ സാംബയുമായിരുന്നു. സാംബയ്ക്ക് പണ്ട് നായകൻ്റെ അച്ഛൻ ഫോട്ടോ എടുത്തത് കാരണം FBI പിടികൂടാൻ വരികയും വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേരളത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു കല്യാണം കഴിച്ച് ഒളിച്ചു താമസിക്കുകയായിരുന്നു സാംബ. പോർട്ട് വഴി കടത്തിയ ആ മീൻ പല ഏജന്റുകൾ വഴി കൈമാറി വരികയും അബദ്ധവശാൽ എങ്ങനെയോ ആ ഓട്ടോ ഡ്രൈവർക്ക് ആ മീനിനെ കിട്ടുന്നു. അങ്ങനെയാണ് ആ ചെറിയ കുട്ടിക്ക് മീനിനെ കിട്ടുന്നത്. നായകൻ ആ കുട്ടിയും ഗുണ്ടകളുമുള്ള ഒരു ഫ്ലാറ്റ് കണ്ടുപിടിക്കുന്നു. എന്നാൽ കുട്ടി ഗുണ്ടകൾ തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് ഫ്ലാറ്റിൽ നിന്നും ഓടിപ്പോകുന്നു. പക്ഷേ നായകൻ കുട്ടിയെ കണ്ടെത്തുന്നു. വീണ്ടും മീനിന് വേണ്ടി ലോക്കലും ഇൻ്റർനാഷണൽ ഡോണുകളും വരുന്നു. ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. സാംബയും കൂട്ടാളികളും എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുന്നു. കുട്ടിയെ സേഫായി വീട്ടിലെത്തിക്കുന്നു. പോലീസിന് മീനിനെ അവൻ കൊടുത്തെങ്കിലും 3 മീനിനെ എടുത്ത് വളർത്തി കോടികൾ അവനുണ്ടാക്കുന്നു.